വെൽക്കം ഡോൺ. നമുക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൽ രണ്ടിലും ചെയ്യാം. അതായത് രണ്ട് ഓഡിയൻസിനും നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ വെൽക്കം ഡോൺ പാലത്ര എന്നല്ലേ, പാലത്ര എന്നല്ലേ പറയുന്നത്? അതെ 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 അതെ. മലയാളം ഞാൻ ഒരു നോൺ റെസിഡന്റ് മലയാളി ആയി കഴിഞ്ഞതിന്റെ പ്രശ്നമുണ്ട്. ഡോണിന്റെ ആറാമത്തെ സിനിമയാണ് ഫാമിലി. ഈ കഴിഞ്ഞ IFKയിൽ അത് കാണിച്ചിരുന്നു. വളരെ എല്ലാവരും വളരെ റിസെപ്റ്റീവായിട്ടാണ് ആ സിനിമയെ കണ്ടത്. ഫാമിലി എന്ന സിനിമയെ പറ്റി ചർച്ച ചെയ്യാനാണ് ഞാനും ഡോണും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. വെൽക്കം ഡോൺ. ആൻഡ് ഈ ഫാമിലി എന്ന സിനിമയുടെ ഒരു എല്ലാ സിനിമയ്ക്കും ഫിലിം മേക്കറിന് ഒരു ട്രിഗർ ഉണ്ടല്ലോ. എന്തായിരുന്നു ആ ട്രിഗർ? താങ്ക് യു സർ. അപ്പൊ ഞാൻ ഇത് എന്താ ഇപ്പൊ ഞാൻ ഓരോ സിനിമയ്ക്ക് ശേഷവും അടുത്ത ഒരു സിനിമയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒന്നല്ല. യൂഷ്വലി ചിലപ്പം പെട്ടെന്ന് വരും, ചിലപ്പോൾ സമയമെടുക്കും. അപ്പോൾ അത് നമ്മളുടെ കൺട്രോളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമല്ല അടുത്ത ഏത് സിനിമ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ കോവിഡിന്റെ സമയത്ത് 2 സിനിമകളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യും എന്നുള്ള ഒരു വർഷത്തോളം ഉള്ള ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ പല ആക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഒരു കൺഫ്യൂഷനിൽ ഇരുന്ന സമയത്ത് ഞാന് എന്താ അത് വരുമ്പോ വരട്ടെ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ തന്നെ വീട്ടിൽ നടന്ന ചില സംഭവ വികാസങ്ങളോ അല്ലെങ്കിൽ ചിലരെ ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ കാരണം പെട്ടെന്ന് ഞാൻ ഒരു ദിവസം, പ്രത്യേകിച്ച് ഒരു ദിവസം നടന്ന ഒരു കോൺവെർസേഷൻ ആണ് ഇതിലോട്ട് ലീഡ് ചെയ്തത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ ഒത്തിരി പോകുന്നില്ല, വ്യക്തികളൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട്. അപ്പൊ അന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം എനിക്ക് ഉണ്ടാകി. ആ ഒരു ദേഷ്യത്തിന്റെ ഒരു പരിണിത ഫലം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ആശയം ഉണ്ടാകുന്നത്. ഞാൻ അത് കഴിഞ്ഞ് ഇടുക്കിയിലാണ് എൻ്റെ വീട്. അപ്പൊ ഇടുക്കിയിൽ നിന്ന് എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്തോട്ട് വണ്ടി ഓടിച്ചു പോവുകയാണ്. അപ്പൊ പോകുന്ന അത്രയും നേരം ഈ മനസ്സിൽ ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് ഈ ഒരു ഫോമിലോട്ട് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാനുള്ള ഒരു കാരണമുണ്ട്. ഓക്കെ, അതായത് ഒരു കേരളത്തിലെ മധ്യവർത്തി കുടുംബങ്ങൾ നടക്കുന്ന ചില സംഭവങ്ങളുടെ ട്രിഗറാണ് ഡോണിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ യു ആർ ആൾസോ മേക്കിംഗ് എ കമന്റ് ഓൺ ദ സോഷ്യൽ സൈക്കോളജി ഓഫ് ദ പീപ്പിൾ അറൌണ്ട്. ദാറ്റ്സ് വാട്ട് ഈസ് ഐ തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി. അതിലേക്ക് എന്താണ് താങ്കളുടെ ഒരു insight എന്താണ്? What is that insight which you are bringing? Because it's very clear that this man is want to do, the lead character Sony wants to do a lot of things, but ultimately he ended up conforming to the system, so which somebody can get angry, somebody can say that, look, this is what is the reality of Kerala. Where are you placing it as a filmmaker, as far as the social psyche part of it is concerned? അപ്പോ അത് എന്താ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എന്റെ ഫാമിലി ഭയങ്കര ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ഒരു കാത്തലിക് ഫാമിലിയാണ്. അപ്പോ അവിടുന്ന് വരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് പക്ഷേ എന്താ ഒരു വിശ്വാസമൊക്കെ വളരെ ഏർലി എന്താ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ വെച്ച് അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അറിയാം, സമൂഹം എപ്പോഴും അവരുടെ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും ആൾക്കാർ ഒന്നുകിൽ അതിനകത്തോട്ട് അസിമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ചാടുന്ന ആളാണെങ്കിൽ പൂർണ്ണമായിട്ടും ഔട്ട്കാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അപ്പൊ ഞാൻ ഒരു 15 വയസ്സിന് ശേഷം അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നിട്ടില്ല. എന്നാലും തിരിച്ച് നാട്ടിൽ വരുമ്പോഴൊക്കെ ഈ ഒരു പ്രവണത എപ്പോഴും ഉണ്ട്. നമുക്കൊരു ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ട് ഭയങ്കരമായിട്ട്. കാരണം പള്ളി പോകാത്തവൻ അല്ലെങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് ജീവിക്കാത്ത ഒരാളെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സ്ട്രെസ് എപ്പോഴും നമ്മുടെ മുകളിലുണ്ട്. അത് സ്വന്തം വീട്ടിൽ നിന്നായാലും കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയ ആൾക്കാരെയൊക്കെ കാണുമ്പോഴും ഒക്കെ ഇത് സട്ടിലായിട്ടും സട്ടിൽ അല്ലാതെയൊക്കെ പല രീതിയിൽ പ്രകടിപ്പിക്കപ്പെടും.
അപ്പോ അത് ഒക്കെ എപ്പോഴും എന്റെ ഒരു എന്താ ബാക്ക് ഓഫ് മൈ മൈൻഡ് എപ്പോഴും ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാവും എന്താ നമ്മുടെ ചിന്ത ഇപ്പൊ ഇതെന്താ നമ്മള് പിന്നെ ഞാൻ ഒരു സമയത്ത് എന്റെ ആ ഒരു സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞു. ഞാൻ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു എന്നുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഈ ഒരു എന്താ ഒരു പർട്ടിക്കുലർ സംഭവമൊക്കെ വന്നപ്പോഴേക്ക് വീണ്ടും ട്രിഗർ ആകുകയും പല കാര്യങ്ങളും ഓർമ്മ വരികയും എന്തുകൊണ്ട് ഇവരെങ്ങനെ പെരുമാറുന്നുവെന്നും അല്ലെ ചില ആൾക്കാർ എന്തുകൊണ്ട് നാട്ടിൽ തന്നെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകളും പിന്നെ എന്താ ഇപ്പൊ ഈ എന്റെ കൂടെ ഇതിൽ കോറേറ്റ് ചെയ്തിരിക്കുന്ന എന്റെ പാർട്ണറായിട്ടുള്ള ഷെറിൻ തന്നെ. അപ്പൊ ഷെറിനുമായിട്ടുള്ള കുറെ കോൺവെർസേഷൻസ് ഉണ്ട്. ഇപ്പൊ ഷെറിൻ നേരത്തെ നടത്തിയ ഒരു റിമാർക്കാണ്, അതായത് കുറെ കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഷെറിൻ കുറെ കൂടെ എന്താ പറയാ ഇതിനെ ഒരു ജെൻഡറിൻ്റെതായിട്ടുള്ള ലെൻസിലൂടെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഷെറിൻ ഒരു സോഷ്യോളജിസ്റ്റിൻ്റെതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പാട്രിയാർക്കൽ ആയിട്ടുള്ള ഫാമിലീസ് എന്ന് പറയുന്ന ഫാമിലിയൽ സെറ്റപ്പ് തന്നെ പുരുഷന്മാരുടെ സീക്രട്സിനെ ഹൈഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് എന്നുള്ള രീതിയിൽ ഷെറിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ് അതിനെ കുറിച്ച് ഓർക്കുന്നില്ലായിരുന്നു. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ. അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ടാണ് പിന്നെ ഇത് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് പിന്നീട് അതുകൊണ്ട് തന്നെ ഷെറിൻ കോറൈറ്ററായിട്ട് വരുമ്പോഴും ഞങ്ങളുടെ ഡിസ്കഷൻ ഒക്കെ ആ ഒരു ഡയറക്ഷനിലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഒരു വളരെ ക്ലിയർ ആണ്. ഇതിനകത്തെ കുടുംബത്തിലെ ഒരു ആണധികാരത്തിന്റെ, മലയാളത്തിൽ പറഞ്ഞ ആണധികാരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ യു ആർ ഗോട്ട് ഇൻ ടു ദ സോഷ്യൽ സൈക്കോളജി ഓഫ് ദ കേരളൈറ്റ്സ്, the family setup in Kerala, and especially the Christian community, which is I used to joke that many of these people from Kerala, especially the Christians, have seen Stalin, in the family, because their father or grandfather or somebody should have been behaving like that, my way or highway, that kind of people. Yeah. So in fact, that you establish it very clearly in that father character, and but the intervention of religion in it, the nun, the sister nun who goes and triggers the things. That's Yeah. a very interesting thing which you have got. The way the social, the society is using religion to to perpetuate their own ends. That I think was the most interesting part of it. അതെങ്ങനെ did you arrive at it? Is it the trend there in Idukki or the Christian families? തീർച്ചയായിട്ടും ഐ ഫീൽ ദാറ്റ്സ് ദ റിയാലിറ്റി throughout what's happening throughout Kerala. We are a very religious community. പിന്നെ നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റി എന്ന് മാത്രമല്ല, എനി റിലീജിയൻ, നമുക്ക് ഏത് റിലീജിയൻ എടുത്താലും അവിടെ ഈ പറയുന്ന ഒരു സ്ട്രക്ചർ എപ്പോഴും അവിടെ ഉള്ളതായിട്ടാണ്. ഓർഗനൈസ്ഡ് റിലീജിയന്റെ ഒരു സ്വഭാവമാണ് ഫാമിലീസിനെ കൺട്രോൾ ചെയ്യുക, ഫാമിലിയൽ സ്ട്രക്ചറിനെ കൺട്രോൾ ചെയ്യുക, അവിടുത്തെ ഓരോ ചെറിയ ഇവന്റും കൺട്രോൾ ചെയ്യുക. ഇപ്പം ജനനവും മരണവും വിവാഹവും തുടങ്ങിയ 3 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഇവന്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ അതിലൂടെ ഓരോ വ്യക്തികളുടെയും ലൈഫിനെ മുഴുവൻ ഒരു അവരുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്താനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും അത് കോൺസ്റ്റന്റ് സ്ട്രഗിളും കൂടെയാണ്. ഞാൻ ഇപ്പൊ ഈ റിലീജിയനിൽ നിന്ന് വിഘടിച്ചു നീക്കാൻ ചെറുപ്പം മുതൽ ശ്രമിച്ച ഒരാളായതുകൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആയിരുന്നു. അപ്പൊ അത് എങ്കിൽ പോലും ചില കാര്യങ്ങൾ കൂടുതൽ എവിഡന്റ് ആകുന്ന നമ്മൾ കുറച്ച് പ്രായം വെക്കുമ്പോഴോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോഴോ, അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കുമ്പോഴോ ഒക്കെയാണ്. അപ്പോ ചിലപ്പോ നമ്മൾ തന്നെ ഈ സ്ട്രഗിളിനിടയ്ക്ക് പല കാര്യങ്ങളും വിട്ടുപോകും. നമ്മൾ പറയാ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ളത് പോലും ചിലപ്പോൾ കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ പിന്നീട് ഇതൊക്കെ കാണാൻ വീണ്ടും വേറൊരു ലൈറ്റിൽ അതിനെ നോക്കി കാണാൻ, കുറെ വർഷങ്ങൾക്ക് ശേഷം നോക്കി കാണാനൊക്കെ ഉള്ള ഒരു ശ്രമം എന്നുള്ള രീതി കൂടിയാണ് ഫാമിലി ചെയ്യുന്നത്. Okay. Now let's come to the style of it, because you have developed a very highly personalized style of filmmaking. I've seen earlier films.
is it part of your studies or the influence which the Sydney Film School has given you, or is it particularly you are in awe of any filmmaker? ഞാൻ എന്താ എനിക്ക് കൂടുതൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഫിലിം സ്കൂളില് എന്നെ ഹെൽപ്പ് ചെയ്തത് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഇതിന്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കി പഠിക്കാനൊക്കെ അത്തരത്തിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു ഫിലിം സ്കൂൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉപകാരം ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ സിമിലർ ആയിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിച്ചു. ഒരുപാട് അവരുടെ ഫിൽം മേക്കേഴ്സിനെ, അവരുടെ ഫേവറേറ്റ് ഫിൽം മേക്കേഴ്സിനെ കുറിച്ചും അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസം വീട്ടിൽ പോയത് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം ഒന്നിച്ച് നമ്മൾ സ്ക്രീനിങ്സ് നടത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഞാൻ ഫിലിം സ്കൂളിലായിരിക്കുന്ന 2 വർഷവും സിനിമ നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് ഇതിനെ കാണുന്നതുകൊണ്ട് തന്നെ അത് ഏറ്റവും എൻജോയ് ചെയ്ത ഒരു കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പലതരത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും എൻജോയ് ചെയ്ത് പഠിച്ച 2 വർഷമായിരുന്നു അതുകൊണ്ട് തന്നെ. പക്ഷെ ഈ എന്റെ ഒരു ഇപ്പൊ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഫോം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓവർ ടൈം നമുക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള സിനിമകളോടാണ് നമ്മൾ കൂടുതൽ ഇൻക്ലൈൻഡ് എന്നുള്ളതിൽ നിന്ന് തനിയെ രൂപപ്പെട്ടു വന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പോ നമ്മൾ കാണാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടിട്ട് ഏറ്റവും അധികം അഡ്മയർ ചെയ്ത പല ഫിലിം മേക്കേഴ്സിൽ നിന്നും നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും. അത് അവരുടെയൊക്കെ ഒരു ശൈലിയൊക്കെ കണ്ട് ഇതുപോലൊന്നും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ കൊതിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏത് ഫിലിം മേക്കറാണ് താങ്കളെ സ്റ്റൈലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ താങ്കളെ പലരും അഡ്മയർ ചെയ്യുന്ന ഒരു ഫിലിം മേക്കർ? അല്ല, പലരുണ്ട്. ഒരുപാട് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ്, അല്ലെങ്കിൽ കമ്പയർ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ വേറെ തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോ നമ്മള് ആരാധനയോട് നോക്കുന്നതെന്നോ, അല്ലെങ്കിൽ ഒരു വളരെ റെസ്പെക്റ്റോട് കൂടി നോക്കുന്നതെന്നുള്ള ഫിലിം മേക്കേഴ്സ് പലരുണ്ട്. ഇപ്പം ആന്ദ്രേ റുബലേവ് ഒക്കെ കണ്ടിട്ട് തർക്കോസ്കി ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നുന്ന ഫിലിം മേക്കിംഗ് പഠിക്കുന്ന ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും അധികം റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ഫിലിം മേക്കർ കൂടിയാണ് തർക്കോസ്കി. അതുപോലെ ബർഗ്മാൻ. പിന്നെ നമ്മൾ ഫിലിം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അധ്യാപകരൊക്കെ സജസ്റ്റ് ചെയ്ത് നമ്മൾ ടാറ്റിയുടെ സിനിമകൾ കാണാൻ തുടങ്ങി. അതുപോലെ ബ്രസോൺ ഭയങ്കരമായിട്ട് പിന്നീട് ഒരു കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ബ്രസോണിന്റെ ഒരു ശൈലി ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നുകയും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു അന്തർലീനമായിട്ടുള്ള ഒരു ഇമോഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചപ്പോൾ ഭയങ്കര റെസ്പെക്ട് തോന്നിയ ഒരു ഫിലിം മേക്കറാണ്. പക്ഷെ ഇപ്പം അവര് മാത്രമല്ല, പിന്നീട് ഇപ്പോഴാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന ബലാത്താർ, സോക്രോവ്, ഇങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സും ഒക്കെ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവരുടെയൊക്കെ പെദ്രോ കോസ്റ്റയെ പോലുള്ളവര്, ലാബ് ഡിയാസിനെ പോലുള്ള, അപ്പൊ ഇവരൊക്കെ ചായമിങ് ലിയാങ്, അപ്പൊ അങ്ങനെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവര്. അപ്പൊ അവരുടെയൊക്കെ സിനിമകൾ ഇപ്പോഴും ഇരുന്ന് കാണാറുണ്ട്. അതിൽ നിന്ന് ഇപ്പോഴും ഇൻസ്പയർഡ് ആകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ചോദിക്കാനുള്ളത്, പല ഫിലിം മേക്കേഴ്സും പറയാനുണ്ട്, പ്രത്യേകിച്ച് ജപ്പാനീസ് ഫിലിം മേക്കേഴ്സ് ഓസുവിന്റെ ഒക്കെ നോക്കിയിട്ട്. ഉറപ്പായിട്ടും പേര് വിട്ടുപോയത്. ഓസുവിന്റെ ഫിലിമിലൊക്കെ അതായത് നമ്മള് ക്യാമറ ആംഗിൾ പോലും അവര് നമ്മളുടെ മുട്ടുകുത്തിയിരിക്കുന്നവരാണ്. അപ്പൊ ആ ക്യാമറ ആംഗിൾ, അവര് കാണുന്ന ലോകം ആ മുട്ടുകുത്തി ക്യാമറയുടെ ആംഗിൾ പോലും നോട്ട് ദ നോർമൽ ആംഗിൾ, ഇറ്റ് ഈസ് എ ഡിഫറെന്റ് ആംഗിൾ. അതായത് ഒരു ജനതയുടെ വിഷ്വൽ സെൻസ് എങ്ങനെ സിനിമ ശൈലിയെ ബാധിക്കും എന്നുള്ളത്, അത് ഡോണിനൊരു ഇഷ്യൂ ആണോ? ഈ ആ മലയാളിയുടെ വിഷ്വൽ സെൻസ്, അവൻ കാണുന്ന കാഴ്ചയുടെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട്, ദാറ്റ് യു നീഡ് ടു ക്രിയേറ്റ് ഇൻ യുവർ ഫിലിം, അത് അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ കോൺഷ്യസ്ലി ചിന്തിച്ചിട്ടില്ല. അപ്പൊ കാരണം ഇപ്പം ഓസുവിന്റെ ഒരു ശൈലിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം അന്ന് സിനിമകൾ ഉണ്ടാക്കിയത് ഒരു ജപ്പാനിലെ ഇപ്പം നമ്മൾ മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ സീരിയലൊക്കെ കാണുന്ന
അത്രയും കോമൺ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഇപ്പോൾ ഓസു എടുത്തിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ വിഷ്വൽ ശൈലിയും അല്ലെങ്കിൽ അതിന് വേറൊരു തലമൊക്കെ അദ്ദേഹം പലപ്പോഴും ഇതിനകത്ത് ഇമാജിൻ ചെയ്യുക അതൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഓഡിയൻസ് പലപ്പോഴും അവിടുത്തെ ഏറ്റവും ലോക്കൽ ഓഡിയൻസ് ആയിരുന്നു. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഇപ്പൊ അവർ കൂടുതലും ഈ എന്താ ഇൻഡോറുകളിൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരു മുട്ടുകുത്തിയിരിക്കുന്ന ആ ഒരു ആംഗിളിലാവും അവർ ലോകത്തെ തന്നെ എപ്പോഴും നോക്കി കാണുന്നത്. അപ്പൊ അതുകൊണ്ടാവും ആ ഒരു ട്രീറ്റ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ക്യാമറയെ കുറിച്ച് ആലോചിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഓരോ സിനിമയിലും ക്യാമറയ്ക്ക് ഓരോ സ്വഭാവം കൊടുക്കണം എന്ന് ആലോചിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് മാത്രം ത്രൂ ഔട്ട് എല്ലാ സിനിമകളിലും കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ലിമിറ്റ് ചെയ്യാമെന്നോ കരുതിയിട്ടില്ല. അപ്പൊ അത് ഇപ്പം എന്താ ഫാമിലിയിലും ഒരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ട്. എന്തുകൊണ്ട് ക്യാമറ ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാറ്റിക് ക്യാമറ കൊടുത്തിരിക്കുന്നു, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു തരത്തിലുള്ള ഒരു റീസൺ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് അതിനകത്ത് കൊണ്ടുവരുന്നത്. അത് ഞങ്ങൾ പക്ഷെ അത് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സംഭവമാണ്. അതായത് ക്യാമറ എവിടെ വെക്കണമെന്ന് അറിയാവുന്ന മലയാള സംവിധായകന്മാർ വളരെ കുറവാണ് എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഡോൺ പറയുന്നുണ്ട് യു ആർ ഡൺ അറ്റ് ഡെലിബറേറ്റ് പൊസിഷനിങ് ഓഫ് ദ ക്യാമറ. അത് എത്ര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് ദ വേ യു വാണ്ട് ടു സീ യുവർ ക്യാരക്ടേഴ്സ് യുവർ ഫിലിം. അപ്പൊ അത് എത്ര അപ്പൊ important. തീർച്ചയായിട്ടും ഇപ്പൊ എം ടി വാസുദേവൻ നായർ കഥ എഴുതുമ്പോ കഥയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലോ മറ്റോ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഒരു എസ്സേ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കഥ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ. അപ്പൊ ആ എസ്സേ ഞാൻ അന്ന് ഒരുപാട് എൻജോയ് ചെയ്ത്. എനിക്ക് തോന്നുന്നില്ല 6ആണോ ഇനിയിപ്പോ ഹൈസ്കൂളിലാണോ ഓർമ്മയില്ല. പക്ഷെ മലയാളത്തിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിൽ പറയുന്നത് കഥ പല രീതിയിൽ പറയാം. ഒന്ന് നമുക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തോട്ട് പ്രോസസ് എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു കഥ തുടങ്ങുകയാണ്. അപ്പൊ ആ കഥ തുടങ്ങുമ്പോൾ അത് ഈ ആരുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് പറയണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരിക, അതിനെക്കുറിച്ചുള്ള ഒരു തോട്ട്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അവിടെ ഇല്ല. പക്ഷെ പിന്നീട് നമ്മൾ സിനിമ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ക്യാമറയാണ് ശരിക്കും നമ്മുടെ ഒരു സംവിധായകന്റെ ഒരു ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് കാണിക്കുന്നത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണിക്കുന്നത് ക്യാമറയോട്. എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു ഒരു സബ്ജക്റ്റിനോട്, എന്തുമാത്രം ദൂരെ നിൽക്കുന്നു, നമ്മൾ അയാളുടെ ഒരു ക്ലോസപ്പിലേക്ക് കയറി അയാളുടെ മനസ്സിലോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ ദൂരെ നിന്നിട്ട് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വരിക. അല്ലെങ്കിൽ ഏത് ഹൈറ്റിൽ നിന്നാണ് ക്യാമറ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, ഏത് ആംഗിളിലാണ്, ഇപ്പൊ ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതിന് ഓരോന്നിനും നമ്മുടേതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ആ ഒരു കാരണത്തിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഓരോ സിനിമയും ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സിനിമയിൽ ഈ മരിച്ചിടക്കിന് വന്ന ആൾക്കാരുടെ ഇടയിലൂടെ നടക്കുന്ന ഒരു ക്യാമറയാണ്. അപ്പൊ അത് ക്യാമറയും ഈ അവിടെ പാർട്ടേക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതിന് നടന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ക്യാമറ അന്ന് ഇമാജിൻ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഫാമിലിയിലേക്ക് വരുമ്പം ക്യാമറ മനുഷ്യരുടെ ഒരു ലെവലിൽ നിന്നല്ല ഇതിനെ നോക്കിക്കാണുന്നത്, അല്ലെ വ്യക്തികളുടെ ഒരു ലെവലിൽ നിന്നല്ല, കുറെ കൂടെ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ്, അല്ലെ മനുഷ്യരെ മൊത്തം ഒരു ഗ്രൂപ്പായിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള ഒരു സ്വഭാവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു തരം ക്യാമറ. അപ്പൊ ആ ക്യാമറയോട് ചില സമയത്ത് ആൾക്കാര് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ഇപ്പൊ ചില ഐക്കൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ മിക്കപ്പോഴും ആ ഐക്കണിന്റെ ഒക്കെ ലെവലിലാണ് ഈ ക്യാമറ ഈ സിനിമയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്. Okay. So that is your placement was very deliberate one to suit that story and the angle which you want to say. അല്ലേ? അങ്ങനെ പറയാം. അതാണ് that's what I think it makes that film different, because you are looking at it from a different viewpoint and you use technology to express your viewpoint, whether it is editing or camera, the camera, which is, I think it's wonderfully done. And ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. How do you connect all these things? There is a story of a society and a family which is in constant pressure and tension.
But how do you put it in the time and space wise? Because there is this, there is this time which you talk about. Many other great films, they represent that time. That Yeah. particular time. Let's say നാട്ടില് ഇപ്പൊ എലിപ്പത്തായം പോലെ ഒരു സിനിമ എടുക്കുക, അത് ഒരു സിക്സ്റ്റീസിന്റെ ഏർലി 60s ബാക്ക്ഗ്രൗണ്ടിലാണ്. യുനോ so it connects to the time. So other how important is for you that aspect of connecting to the time of that the period of that story? അത് നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പീരീഡ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2006 2007 ആ ഒരു കാലഘട്ടമാണ് സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അതില് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കലണ്ടറുകളും വസ്ത്രധാരണവും ഉപയോഗിക്കുന്ന ടെക്നോളജി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ ആണെങ്കിൽ ഫോണുണ്ട്, പക്ഷെ ഈ സ്മാർട്ട് ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും അത്ര ഇതായിട്ടില്ല. ആ ഒരു രീതിയിലാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സമയത്തെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും ആ സമയത്ത് ഇറങ്ങിയ പാട്ടുകൾ, ആളുകൾ മൂളുന്നതൊക്കെയാണ്, മൂളിപ്പാട്ടായിട്ടൊക്കെ പാടുന്നതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ പാട്ടുകൾ, അങ്ങനെയുള്ള സംഭവം. You are very ആ കാര്യത്തിൽ പീരീഡിന്റെ കാര്യത്തിൽ you have made all the what you call connects, അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇപ്പം എന്താ ശരിക്കും പറഞ്ഞാൽ 2006 എന്നൊക്കെ പറയുന്ന നമ്മളിപ്പോ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. 10 ഇത്രയും 14 എത്രയാ 18 16 വർഷമല്ലേ? 16 വർഷമായിട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഗ്യാപ്പ് തോന്നുന്നില്ല. എങ്കിലും നമ്മളത് സിനിമ ചെയ്യുന്ന സമയത്ത് അത് മനസ്സിൽ വെച്ചിട്ടാ ചെയ്തേക്കുന്നത്. ആ ഒരു പീരീഡ് ഇങ്ങനെ ഒരു മനസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയില് വേറൊരു ചിന്തയും കൂടെയാണ്. അത് ആ സിനിമയില് നമ്മൾ കാണുന്ന കുട്ടികളൊക്കെ ഇപ്പൊ വളർന്ന് എന്താ ഇപ്പം ആ ഒരു എന്താ ഒരു കുറച്ചുകൂടെ മുതിർന്നവരായി, അല്ലെ ഈ സിനിമ കാണുന്ന ഓഡിയൻസിന്റെ ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു റിമൈൻഡറും കൂടിയാണ്. അതായത് അപ്പൊ അത് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഇപ്പോഴും ഒരു കോളേജിൽ പഠിക്കുന്ന, അല്ലെ കോളേജ് പഠനം കഴിഞ്ഞ 20കളിലോ 30കളിലോ ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അവര് ഈ സിനിമ കാണുമ്പോൾ അവരുടെ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഒരു ഓർമ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് അതിലെ ഒരു കുട്ടിയായിട്ട് സ്വയം കൂടെ കാണാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹവും. അപ്പൊ എന്തുമാത്രം അത് എഫക്റ്റീവ് ആകുന്നു എന്നുള്ളത് രണ്ടാമത് എന്താ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെ. വേറെന്താ 90s-ലും 2000-ലും ഒക്കെ വരുന്ന ഇതുപോലുള്ള മീനിങ് ഫുൾ സിനിമയില് ഹീറോ എപ്പോഴും ഒരു റിബൽ ആയിരുന്നു. പക്ഷെ താങ്കളുടെ ഈ സിനിമയിൽ വരുമ്പോഴത്തേക്ക് ഒരു ജനറേഷണൽ ചേഞ്ച് വരുന്നുണ്ട്. ഹി വാണ്ട്സ് ടു ബി എ റിബൽ ബട്ട് ഹി കനോട്ട്. ആ ഒരു സിനിമ ദെൻ ഹി ഈസ് ഹാപ്പി കൺഫേമിങ് ദിസ് തിങ്. ആ ഒരു ഇതില്ലേ, ഹൗ ഇസ് ഇറ്റ് എ കമന്ററി ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള? ഉറപ്പായിട്ടും അല്ല, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിപ്പം നമ്മള് അധികാരത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും, അധികാരത്തോട് നമ്മള് എന്താ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യം. അപ്പൊ എന്നെ ചെറുപ്പം മുതലാണെങ്കിലും ഞാൻ കണ്ട പല സംഭവങ്ങളും, അപ്പൊ അതായത് എന്റെ കൂടെ വളർന്ന പലരെയും ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തുടക്കത്തിലൊക്കെ വളരെ റിബല്യസ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഉള്ള ആളുകൾ പോലും 25 വയസ്സിനൊക്കെ ശേഷം വളരെ ഈസി ആയിട്ട് സെറ്റിൽ ആകുന്നതും, അതേ കമ്മ്യൂണിറ്റി തന്നെ സെറ്റിലായി പോകേണ്ടി വരുന്നതും, അല്ലെങ്കിൽ എന്താ ഹാപ്പി ആയിട്ടോ അല്ലെങ്കിൽ എന്താ വലിയ ഇതൊന്നും ഇല്ലാതെ, എന്താ ഒരു ഫൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു സിസ്റ്റത്തോട് അഡ്ജസ്റ്റ് ആയി പോകുന്നൊക്കെ കണ്ടത്. അപ്പൊ അത് ഒരു തരത്തിലുള്ള നിരാശ ആ സമയത്തൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാനിങ്ങനെ അത് എന്തുകൊണ്ടായിരിക്കും, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നായിരിക്കും മിക്കവാറും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ പലപ്പോഴും. അതായത് it is the rebellious nature, that the world has to be new, that's going off, and it's easy to be a conformist എന്നുള്ള ഒരു ഫിലോസഫി കാര്യങ്ങൾ നീങ്ങുന്നതാണ്. ഇപ്പൊ അതാണ് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് അതിനകത്തുനിന്ന്. അതായത് ഒബ്സർവിങ് ദ ഫാമിലി, ബിക്കോസ് ഇറ്റ്സ് ഇഫ് യു കൺഫേം യു ഹാവ് എ കോസി ലൈഫ് എന്നുള്ള ഒരു മെസ്സേജും വരുന്നുണ്ട്, അല്ലേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. അതാണ് അതിന്റെ ഒരു റിയാലിറ്റി. നമ്മളിപ്പോ എന്താ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ആൾക്കാർക്ക്, പകരം ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി എന്നുള്ള ഒരു തരത്തിലുള്ള റിഫ്ലക്ഷൻ ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. I think that way you are representing your generation, which is being very practical and down to earth,
and you have to live your life. You are whether being a rebel and living in എന്താണ് ഭാവന ലോകത്തിൽ ജീവിക്കുന്നതിൽ കാര്യമില്ല. നിങ്ങളുടെ റിയാലിറ്റി ഈസ് അല്ലല്ല. അപ്പൊ റൈറ്റ്. അത് ആൾക്കാർ അത് കാണുന്നവന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നമ്മള് ഒരു ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള സിനിമ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു റെസൊല്യൂഷൻ കൊടുക്കാനുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആൾക്കാർ തീരുമാനിക്കണം. അവർക്കൊരു സോണി ആകണോ അതോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളാകണോ, അല്ലെങ്കിൽ റാണിയായിട്ട് മാറണോ, അതോ വേറൊരു കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതായിരുന്നു ചോയ്സസ്. ഇതിലെ ആൾക്കാരെടുക്കുന്ന ചോയ്സസ് ആണോ നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ടത് എന്നുള്ള ഒരു റിഫ്ലക്ഷൻ. അപ്പൊ ഇത് ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ല കാണിച്ചു തരുന്ന സിനിമ. ഇപ്പൊ ഉള്ള അവസ്ഥ ഇതാണ്, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് 90s വരെയുള്ള ഒരു റിബലിയസ്, ഇറ്റ് ഈസ് എ റിബലിയസ്, പീപ്പിൾ ആർ റിബലിങ്. ലൈക്ക് നിർമാല്യത്തിലെ ഒരു ഒറക്കിൾ വെളിച്ചപ്പാട് റിബലിയാണ്. ഇപ്പം ഇവിടെ വിധേയനിൽ വരുമ്പോഴത്തേക്കും അതും ആ പട്ടേലർ കീഴടങ്ങുവാണ്, ബിക്കോസ് ഹി കാൺ ടേക്ക് ഓൺ ദ ബിഗ് സിസ്റ്റം. അപ്പൊ അവിടെയാണ് ഐ തിങ്ക് യു ആർ കമ്മിങ് ടു വിത്ത് the new generation's thought process, which is because there's no point in living in in the rebellious world, but you need to be practical, you need to live your life. ആ ഒരു thought process, I think it's very very profound in a sense that you are saying something new also, not living it in the rebellious or imaginary world. I think that makes a film that I think different from the earlier ones. And thank you for your time, and all the best for your release of the film. And I hope people will see it in Kerala and elsewhere. Thank you. Okay, thank you, sir.